Ladies and gentlemen, this is Adarsh and welcome to My Ganedi. Unni Mugundan. So, അണ്ണന്റെ ഒരു സിനിമ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് മണ്ടിയും പറഞ്ഞും. സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. അണ്ണ നിങ്ങൾ വിരമിച്ച അല്ല അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾ വിരമിച്ച സ്വിങ്ങിയുടെ അവസാനമായിട്ട് തിയേറ്റർ റിലീസ് ചെയ്ത പടം ഗെറ്റ് സെറ്റ് ബാബി. അതിപ്പോ OTT-കാർക്ക് പോലും വേണ്ട. മുണ്ടിയും പറഞ്ഞൊക്കെ 2022 ആ സമയത്ത് സെക്കൻഡ് കോവിഡ് ലോക്ക്ഡൌൺ ആ സമയത്തൊക്കെ കംപ്ലീറ്റ് ചെയ്ത പടമാണ്. അതുകൊണ്ട് വലിയ പുതുമയൊന്നും പ്രതീക്ഷിക്കരുത്. മാർക്കോ ഏതൊരു ആക്ടറും കൊതിക്കും ഇജാതി ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ. അങ്ങനത്തെ ഒരു റീച്ച് കിട്ടിയിട്ട് പഠിക്കൽ കൊണ്ടേ കലൗട്ട് ഉടച്ച ആളാണ് ഉണ്ണി മുകുന്ദൻ. ഇപ്പോഴും അങ്ങനെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണാം കമന്റ്, കബ് ആയേഗാ മാർക്കോ 2 ബൈ, കൈസെ ആയേഗാ മാർക്കോ 2 ബൈ. അതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങേർക്ക് പറ്റിയിട്ടുണ്ട്, മാർക്കോന് പറ്റിയിട്ടുണ്ട്. ആൻഡ് അത് വേണ്ട വെച്ചതൊക്കെ അതിന് പറയുന്ന എക്സ്ക്യൂസ് ഒക്കെ ഭയങ്കര സില്ലിയാണ്. മാർക്കോ കാരണം കൊലപാതകങ്ങൾ കൂടുന്നു, വയലൻസ് കൂടുന്നു. ദൃശ്യം ഇറങ്ങിയ സമയത്ത് ദൃശ്യം മോഡൽ കൊലപാതകം ഒക്കെ ആയിരുന്നു. എന്നാ അത് പറഞ്ഞിട്ട് ലാലേട്ടൻ ദൃശ്യം ചെയ്യേണ്ടെന്ന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ 2ഉം 3ഉം ഒന്നും ഉണ്ടാവില്ല. അണ്ണ നാട്ടുകാര് നാറികളാണ്. നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും കുറ്റം പറയാൻ ആൾക്കാരുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയാൻ ഇവിടെ ആളുണ്ട്. മേപ്പടിയാൻ ചെയ്തപ്പോ കുറ്റം പറഞ്ഞില്ലേ, മാളികപ്പുറം ചെയ്തപ്പോ കുറ്റം പറഞ്ഞില്ലേ, ഷെഫീഖിന്റെ സന്തോഷം ചെയ്തപ്പോ കുറ്റം പറഞ്ഞില്ലേ. അതിനെയൊക്കെ ആ ഒരു സെൻസിൽ എടുക്കുക. സി ഇഫ് യു കാണ്ട് അക്സെപ്റ്റ് ക്രിറ്റിസിസം ബെറ്റർ സ്റ്റേ അവേ, അത്രേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ഈ മാർക്കോ പ്രൊഡ്യൂസേഴ്സും ഉണ്ണി മുകുന്ദനും തമ്മിൽ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം അതൊന്നും നാട്ടുകാർക്ക് അറിയേണ്ട ആവശ്യമില്ല. റേഷൻ കടയിൽ അരി മേടിക്കാൻ പോകുമ്പോ എന്താണ് ഇവര് തമ്മിലുള്ള പ്രശ്നം, അത് പറഞ്ഞാലേ അരി തരൂ, അങ്ങനെയൊന്നും പറയില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ജസ്റ്റ് നീഡ് സിനിമ. ഇപ്പൊ നിങ്ങള് എന്താണ് മോദിജിയുടെ ബയോപിക് ചെയ്യുന്നുണ്ട്, അതിന് ക്രിറ്റിസിസം വരില്ല എന്നാണോ വിചാരിക്കുന്നത്? ഡെഫിനറ്റ്ലി ഹ്യൂജ് ക്രിറ്റിസിസം ഉണ്ടാവും. അവനവന്റെ പണി ചെയ്യുക, നോക്കി പോവുക. അല്ല നാട്ടുകാർ നാറികൾ എന്ത് പറയണോ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. സോ കമ്മിങ് ബാക്ക് ടു മുണ്ടിയും പറഞ്ഞും. സോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ് മുഞ്ചിയും പറഞ്ഞും. സോ നമ്മുടെ അണ്ണൻ ഉണ്ണി മുകുന്ദൻ അബ്രോഡാണ് 2-3 കൊല്ലമായിട്ട്. ആളുടെ ഭാര്യ അപർണ ബാലമുരളി നാട്ടിൽ മറ്റേ കട്ട്ലറ്റ് ഉണ്ടാക്കലൊക്കെയാണ് ചേച്ചിയുടെ പരിപാടി. സോ ഇവര് തമ്മിലുള്ള മറ്റേ ഇമോഷണൽ കണക്ഷനും മിസ്സിങ്ങും പരിപാടിയൊക്കെ പറഞ്ഞു പോകുന്ന സിനിമയാണ് മിണ്ടിയും പറഞ്ഞും. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു നറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമ അവസാനിക്കുന്ന സമയത്തും ഒരു നറേഷൻ ഉണ്ടായിരുന്നു. ഇതിലും ഭേദം കംപ്ലീറ്റ് പടം നറേഷൻ ആക്കുന്നതായിരുന്നു. അതായിരുന്നു ഭേദം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്കും ചിലപ്പോൾ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് കണക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇനി ഈ നാടകം മനസ്സിലാക്കാൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുക്കണമായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവരെ ഈ സിനിമ കാണാൻ പാടുള്ളൂ. അതൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. സോ ഫസ്റ്റ് ഒക്കെ രസം ഉണ്ടായിരുന്നു, സത്യം പറയാലോ. 1-2 ഇമോഷണൽ സീനൊക്കെ എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ ഓരോ സ്റ്റേജിലോട്ട് കടക്കാൻ തുടങ്ങി. പ്യുവർ സീരിയൽ. ഇടയ്ക്ക് ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പരിപാടിയും സീരിയൽ ലെവലിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് സീരിയൽ ആയിരുന്നു. പിന്നെ അടുത്ത സ്റ്റേജിലോട്ട് പോയി പ്യുവർ നാടകം. ഡയലോഗ്സ് ഒക്കെ ചില സമയത്ത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഈ സിനിമയിൽ ഔട്ട് ആൻഡ് ഔട്ട് അപർണ ബാലമുരളിയും അതേപോലെ തന്നെ ഉണ്ണി മുകുന്ദനേ ഉള്ളൂ. പിന്നെ ആളുടെ സിസ്റ്റർ ആയിട്ട് നമ്മുടെ RJ വിജിതയോ ആരോ ഉണ്ട്. ആ കൊച്ചു വന്നിട്ട് മറ്റേ ബ്രേക്ക് പോയ കാറ് പോലെയാണ് നേരം നോൺ സ്റ്റോപ്പ് ആയി സംസാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവുമ്പോ പ്യുവർ ജയിൽവാസം. സോ 1.25 മണിക്കൂറിന്റെ ഒരു പ്യുവർ ജയിൽവാസമാണ് മുണ്ടിയും പറഞ്ഞും. ആൻഡ് അവസാനം സിനിമ കഴിഞ്ഞപ്പോ എനിക്ക് ജാമ്യം കിട്ടി. ആൻഡ് ഇതിൽ ഡെഫിനറ്റ്ലി പോസിറ്റീവ്സ് ഒക്കെ ഉണ്ട്. നാടകവും സീരിയലും ജയിൽവാസവും ഒക്കെ ആണെങ്കിലും അപർണ ബാലമുരളി കിടുവായിരുന്നു. സോ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെയും ഒരു ഡ്രീം വൈഫ് എന്നൊക്കെ പറയില്ലേ, അതാണ് അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ. സോ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, വീടിനും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൊച്ച്. അടിപൊളിയായിരുന്നു. പേഴ്സണലി ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് കുറച്ചായിട്ട് ആളുടെ സിനിമകളിൽ ആ ഒരു നാച്ചുറാലിറ്റി മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് ഇതിൽ കിഡു പെർഫോമൻസ് ആയിരുന്നു. ഉണ്ണി മുകുന്ദന് വലുതായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഓഡിയോ കോൾ ചെയ്യും, മെസ്സേജ് അയക്കും, തന്നെ ഉള്ളൂ. അണ്ണന് വലുതായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ സനലാട്ട ഗോപാലാട്ട എന്നൊക്കെ വിളിച്ചിട്ട് വെറുപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് ഈ പടം പോകുന്നുണ്ട്. ശരിക്കും ഈ സിനിമയുടെ കൺസെപ്റ്റ് നൈസാണ്. അതേപോലെ തന്നെ ഇതിലെ കാസ്റ്റിംഗ് നൈസാണ്. ഈ ഉണ്ണി മുകുന്ദൻ അപർണ ബാലമുരളി ആ ഒരു കോംബോ അടിപൊളിയാണ് ശരിക്കും. പക്ഷെ നല്ല രീതിയിൽ എടുക്കണമായിരുന്നു. ഇത് തട്ടിക്കൂട്ടി സീരിയൽ പരിപാടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ആൻഡ് ഇതിൽ ഒരു സീനും അടുത്തൊരു സീനും തമ്മിൽ പ്രോപ്പർ കണ്ടിന്യൂവേഷൻ പോലും ഇല്ല. സി
ഒരു മൊമെന്റ് പ്രസന്റ് കാണിക്കും, പിന്നെ പാസ്റ്റ് കാണിക്കും, പ്രസന്റ് കാണിക്കും, പാസ്റ്റ് കാണിക്കും. അപ്പൊ അത്രയും നേരം ഒരു രസത്തിൽ വരുമ്പോ ആ രസം അങ്ങോട്ട് പോയി കിട്ടും. ഇവര് പഴയ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ നേരെ പോകും പാസ്റ്റിലോട്ട്. ഇവര് പഴയ ചായ കുടിക്കാൻ ചായക്കടയിൽ നിർത്തി കഴിഞ്ഞാൽ പഴയ ഓർമ്മയിലോട്ട് പോകും. കള്ള് കുടിക്കാൻ കള്ള് ചാപ്പ് നിർത്തി കഴിഞ്ഞാൽ പഴയ ഓർമ്മയിലോട്ട് പോകും. ഒരു പ്രാന്ത് പിടിക്കുന്ന രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കണ്ടിന്യൂവേഷനും ഇല്ല, തട്ടിക്കൂട്ട് സാധനം. എനിക്ക് തോന്നുന്നു ഇത് ചുമ്മാ പെട്ടിയിലിരിക്കുമ്പോൾ ഇറക്കി വിട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ 2022 ഈ സെക്കൻഡ് കോവിഡ് ലോക്ക്ഡൌൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത പടമാണ്. സോ അപ്പൊ അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, അല്ലാതെ പുത്തൻ പുതുമയുള്ള സാധനമൊന്നും അല്ല. ഉണ്ണി മൂന്തന്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പടമാണ് മറ്റേ ഒരു മുറൈ വന്ന് പാർത്തായ, നമ്മുടെ പ്രയാഗ് മാർത്തിനും അതേപോലെ തന്നെ ഉണ്ണി മൂന്തനും കൂടിയുള്ള പടം. ആ സിനിമ ഇപ്പൊ കാണുമ്പോഴും ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടും. അതിന്റെ മെയിൻ റീസൺ കാസ്റ്റിങ്ങും അതേപോലെ തന്നെ അതിന്റെ മ്യൂസിക് വർക്കുമാണ്. കിട്ടുമായിരുന്നു. ഞാൻ കുറെ തവണ കണ്ട, വാച്ച് ഇറ്റ് ഓൾമോസ്റ്റ് 100 times. അത്രയും തവണ ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. എന്നാൽ ഇതില് സീറോ ഇമോഷണൽ കണക്ഷൻ ആണ്. ഞാനൊക്കെ ഭയങ്കര ലോലനാണ്. ഇങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നോമിന് അത് കൊള്ളും. എന്നാൽ ഇതില് ഒരു തേങ്ങാ പിണ്ണാക്കും എനിക്ക് കൊണ്ടില്ല. സോ ടു മീ ദിസ് ഇസ് എ പ്യുവർ സീരിയൽ. സോ സീരിയലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവര് കണ്ടു നോക്കുക. ട്രൈ ഇറ്റ് ഔട്ട്. ദിസ് ഇസ് അവൈലബിൾ ഓൺ സൺ നെക്സ്റ്റ് OTT platform.